ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേൽ ഇന്ന് ഗോവർദ്ധനൻ രഹസ്യങ്ങളെല്ലാം അറിയുകയാണ്. കഥയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഗോവർദ്ധനൻ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെ ജോലിക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജോലിക്കാരൻ പറയും, നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾ എന്തൊരു ബോംബുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സാറ് നല്ല ഇടിവെട്ടേറ്റ പോലെയാണ് നിൽക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ കാര്യമെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധൻ്റെ അടുത്ത്. അപ്പോൾ ഗോവർദ്ധൻ പറയും, എനിക്കറിയില്ല, ബാലേട്ടന് തന്നെ അറിയുള്ളൂ എന്താണ് കാര്യമെന്ന് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനൻ ഫോൺ എടുത്തിട്ട് സുലുവിനെ വിളിക്കും. അപ്പോൾ സുലു ചോദിക്കും, ഇന്ന് വരുന്നുണ്ടോ, നാളെ കുട്ടിയുടെ സ്കൂൾ തുറക്കുകയാണ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ഗോവർദ്ധനൻ പറയും, ബാലേട്ടൻ്റെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കുറേ നേരമായി കയറിയിട്ട്, എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നത്. പറ്റുവെച്ചെങ്കിൽ ഇന്ന് തിരിച്ച് പാലയിലോട്ട് തന്നെ വരാം, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ സുലു പറയും, എന്നാൽ ശരി, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, എന്നാൽ കിടന്നുറങ്ങിക്കോളൂ, റെസ്റ്റ് എടുത്തോളൂ, കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചൊന്നും വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ സുലു ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്, ബിസിനസ്സിൻ്റെ വല്ല കാര്യത്തിനാണോ അങ്ങോട്ട് പോയിട്ടുള്ളതെന്ന് സുലു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അതൊന്നും അല്ല, അതൊന്നും അറിയില്ല, ബാലേട്ടൻ ഒരാളെ കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ ആദ്യം ഞങ്ങൾ നീലഗിരി പോയി, പിന്നെ പുനലൂർ പോയി, പിന്നെ അതിനുശേഷം കുളത്തൂപ്പുഴ വന്നു, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ വരുന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കേണ്ട, ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പറയണ്ട ഞാൻ വരില്ല എന്ന് പറയണ്ട, പ്രതീക്ഷയിലിരുന്നോട്ടെ, മാക്സിമം ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ സുലു പറയും, എന്നാൽ ശരി, അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനൻ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് സീറ്റൊക്കെ പൊന്തിച്ച് വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ ജോലിക്കാർ ചോദിക്കും, ആ സാറ് പോവുകയാണല്ലേ, ആ അതെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാലൻ വന്ന് നോക്കുമ്പോൾ ഗോവർദ്ധനൻ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഗോവർദ്ധനോട് പറയാം, നമുക്ക് പോവാം എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, തിരിച്ച് പാലയിലോട്ടല്ല ബാലേട്ടാണ്, അത് നമുക്ക് ആലോചിക്കാം, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, പറ്റുവെച്ചെങ്കിൽ നമുക്കിവിടെ വല്ല ഹോട്ടലിൽ കയറി റൂം എടുത്തിട്ട് നാളെ പോവാം, ഇന്ന് പോയിട്ട് ഇപ്പോൾ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗോവർദ്ധനം പറയും, എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോളാം, കുഴപ്പമൊന്നുമുള്ളതല്ല എന്ന്. അപ്പോൾ ബാലൻ, അത് വേണ്ട, തിരക്കൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ചധികം ദൂരമുണ്ട് കുളത്തൂപ്പുഴയിൽ നിന്ന് പാലയിലേക്ക്. അപ്പം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയായിട്ട് തുടങ്ങി. അങ്ങനെ ബാലചന്ദ്രൻ കാറിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നീട്ടിട്ട് ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്, നമുക്കിന്ന് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കാം, കാരണം നല്ല യാത്രാക്ഷീണമുണ്ട്, എനിക്ക് ദേഹത്തിനൊക്കെ ഒരു വേദന തോന്നുന്നുണ്ട്, അപ്പോൾ നമുക്കിവിടെ കിടക്കാമെന്ന്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, അല്ല ബാലേട്ടൻ, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ, നമ്മൾ വന്ന കാര്യമൊക്കെ നടന്നോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ബാലൻ പറയും, അതെ, ഞാൻ വന്ന കാര്യമൊക്കെ നടന്നു. അല്ല, ഈ സ്റ്റാൻലി ജോസഫിനെ ഞാൻ കണ്ടില്ല, ബാലേട്ടൻ എങ്ങനെയാണ് അയാളെ പരിചയം എന്ന്. അപ്പോൾ ബാലൻ പറയും, എനിക്ക് പരിചയമൊന്നുമില്ല, ഗംഗേട്ടനാണ് പരിചയം, ഇയാളുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഗംഗേട്ടൻ്റെ അടുത്ത് പോയത്, അവിടെ നിന്നാണ് ഇയാളുടെ പുനലൂർ അഡ്രസ്സ് കിട്ടിയത്, പുനലൂരിൽ നിന്നാണ് ഈ കുളത്തൂപ്പുഴ അഡ്രസ്സ് കിട്ടിയതെന്ന്. അപ്പോൾ ഗോവർദ്ധനം പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഇതേ സമയം നമ്മുടെ പിള്ളേരൊക്കെ കൂടി അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കണം, അലീനയും കൃഷ്ണയും രോഹിയും ബബിയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അവർ പറയും, അച്ഛൻ ഇന്ന് വരികയാണോ, അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, ഒന്ന് വിളിച്ചു നോക്ക് ബബി എന്ന് പറഞ്ഞു വിട്ട്. അപ്പോൾ കൃഷ്ണ പറയും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കൃഷ്ണ വിളിക്കുകയാണ് അലീനയുടെ ഫോൺ എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് വരുന്നുണ്ടോ, എന്താണ് വാതിൽ ഗേറ്റൊക്കെ അടയ്ക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയും. ഞങ്ങളിന്ന് വരാൻ ചാൻസ് ഇല്ല, കാരണം ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഗേറ്റൊക്കെ അടച്ച് കിടന്നോളൂ, ഞങ്ങൾ വരികയാണെച്ചെങ്കിൽ തന്നെ കഴിച്ചിട്ടേ വരുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കും. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞ് ഇവർ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, ബാലേട്ട, എന്താണ് യഥാർത്ഥത്തിൽ ബാലേട്ടൻ്റെ പ്രശ്നം, ബാലേട്ടൻ്റെ ആരുമല്ലാത്ത അലീനയ്ക്ക് വേണ്ടിയിട്ട് ബാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്, ബാലേട്ടൻ്റെ ഈ സ്ട്രെസ്സും ഈ ബുദ്ധിമുട്ടും കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, ഞാൻ ഒരു കാര്യം നിൻ്റെ അടുത്ത് പറയാം, ഞാൻ അലീനേനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗോവർദ്ധനൻ, അതെനിക്ക് മനസ്സിലായി ബാലേട്ട, അലീനേനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായി, പക്ഷേ എന്തിനാണ് ഇത്രമാത്രം സ്ട്രെസ് എടുക്കുന്നത്, ബാലേട്ടൻ്റെ സ്ട്രെസ്സ് കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു എന്ന്. അപ്പോൾ ബാലൻ പറയും, അവളെ എന്നോട് ചെയ്തതിൻ്റെ 10-ൽ-1 അംശമെങ്കിലും അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടേ, അവളെ എൻ്റെ കുടുംബത്തിൽ അത്രയും താങ്ങി നിർത്തിയതല്ലേ. അപ്പോൾ ഗോവർദ്ധനൻ, എനിക്ക് എന്തായാലും ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു, ബാലേട്ടൻ ഒന്ന് എന്നോട് വ്യക്തമായിട്ട് പറയുകയോ എന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധനൻ.
ബാലൻ പറയും, ഞാൻ നിന്നോട് പറയാം, പക്ഷേ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും അത് പുറത്ത് പറയരുത്, നിൻ്റെ ഭാര്യ സുലോചനോട് പോലും പറയരുത്. പിന്നെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറേ കാലത്തിന് നല്ല ടെൻഷനായിരിക്കും. അപ്പം അതൊക്കെ ഫേസ് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നോട് പറയുള്ളൂ. നീ തീരുമാനിച്ചോ നിനക്കത് കേൾക്കണോ കേൾക്കണ്ടേ എന്ന്. അപ്പോൾ ഗോവർദ്ധനൻ പറയും, എന്തായാലും ഞാൻ ടെൻഷൻ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഇനി ടെൻഷൻ അടിച്ചോളാം. എന്തായാലും ബാലേട്ടൻ എന്നോട് പറ, ഞാനൊരു സുലുവിനോടും ആരോടും ഞാൻ പറയില്ല. ഈ ബാലേട്ടൻ്റെ രഹസ്യം എൻ്റെ മനസ്സിൽ രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. അപ്പം ബാലൻ പറയും, എന്നാൽ ശരി, നമുക്ക് ആദ്യം റൂം എടുക്കാം, എന്നിട്ട് റൂമിൽ പോയിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു റൂമിലൊക്കെ പോവാണ്. റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോവർദ്ധനൻ ചോദിക്കും, ബാലേട്ടൻ എന്നോട് പറയാമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ബാലൻ പറയും, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ, നിനക്ക് വിശക്കുന്നില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ ഗോവർദ്ധന എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ പറയും, അത്രയുള്ള ക്ഷമ എനിക്കില്ല ബാലേട്ട, എനിക്കിത് അറിയാതെ എന്തോ ഒരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന്. ആരാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലൻ കഥ പറയാൻ തുടങ്ങുകയാണ്. അതായത് സ്റ്റാൻലി ജോസഫാണ് നമ്മുടെ അലീനയുടെ അച്ഛൻ. അപ്പോൾ ഗോവർദ്ധനാകെ ഞെട്ടും. ഇത്രയും പൈസയുള്ളൊരു അച്ഛനുണ്ടായിട്ടാണോ അലീന ഈ അനാഥാലയത്തിൽ കഴിയുന്നത്? ഇത്രയും പേരും പ്രശസ്തിയും സ്വത്തും ഒക്കെ ഉള്ള ഒരാളുടെ മകളായിട്ടാണോ അവൾ ഇങ്ങനെ കഴിഞ്ഞിരുന്നത്? അപ്പോൾ ബാലൻ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്, സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛൻ എന്ന് അവൾക്കറിയില്ല, അയാൾക്കും അറിയില്ല, അവരിതുവരെ കണ്ടിട്ടും ഇല്ല. അപ്പോൾ ഗോവർദ്ധന് വീണ്ടും സംശയം. അപ്പോൾ പിന്നെ ബാലേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, ഒരു 6 മാസത്തിന് താഴെ ആയിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഗോവർദ്ധൻ്റെ അടുത്ത്. അപ്പോൾ ഗോവർദ്ധന വീണ്ടും ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഇതിന് പരിചയം? നമ്മുടെ ഗംഗേട്ടനൊക്കെ എങ്ങനെ ഇയാളെ പരിചയം? ഗംഗേട്ടൻ്റെ അടുത്തല്ലേ നമ്മൾ ആദ്യം പോയത്? അതോ, ഗംഗേട്ടൻ ആഗ്രയിലാവുമ്പോൾ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഒരാളാണ്, പട്ടാളക്കാരനാണ് ഈ സ്റ്റാൻലി ജോസഫ്. അപ്പോൾ സ്റ്റാൻലി ജോസഫിനെ ഗംഗേട്ടന് നന്നായിട്ട് അറിയാം, വൈജയന്തിക്ക് അതിനേക്കാൾ നന്നായിട്ട് അറിയാം. കാരണം വൈജയന്തി അവിടെ ഗംഗേട്ടൻ്റെ ഭാര്യയുടെ 2ാമത്തെ ഡെലിവറിക്ക് സഹായത്തിന് പോയ സമയത്താണ് വൈജയന്തിക്ക് സ്റ്റാൻലിയെ പരിചയം. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വൈജയന്തി തിരിച്ചു വരുമ്പോൾ സ്റ്റാൻലി ജോസഫ് ഒരു കുഞ്ഞിനെ കൂടി കൊടുത്തയച്ചു എന്ന്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, അതെന്തിനാണ് സ്റ്റാൻലി ജോസഫ് അയാളുടെ കുഞ്ഞിനെ വൈജയന്തിയുടെ അടുത്ത് കൊടുത്തയക്കേണ്ടത്? ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തല്ലേ കൊടുത്തയക്കേണ്ടത് എന്ന്. അപ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് പറയും, അയാളുടെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് കൊടുത്തയച്ചത് എന്ന്. കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ടനൊന്ന് തെളിച്ച് പറ. അതോ, കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് കൊടുത്തയച്ചത്, പക്ഷേ കുഞ്ഞ് പുറത്ത് വന്നില്ലായിരുന്നു, വയറിൻ്റെ ഉള്ളിലായിരുന്നു കുഞ്ഞ്. അതായത് ഗർഭിണിയായിട്ടാണ് വൈജയന്തി അവിടെ നിന്ന് വന്നത്. ആ രഹസ്യം കേട്ടതോടുകൂടി ഗോവർദ്ധനൻ്റെ കാതുകളെ ഗോവർദ്ധനെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണ് ഈ കേൾക്കുന്നത്? താൻ ഇത്രയും കാലം കണ്ടിരുന്ന വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള രഹസ്യം ഗോവർദ്ധനൻ അറിയുകയാണ്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? വൈജേശ്വര മോളാണോ അലീന? വൈജേച്ചിക്ക് അറിയോ അലീന വൈജേശ്വര മോളാണെന്ന്? ഇല്ല, അവൾക്കറിയില്ല, പക്ഷെ അലീനയ്ക്ക് അറിയാം. അലീന ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്ന്. ഈ ഞെട്ടിക്കുന്ന രഹസ്യം കേട്ട് ഗോവർദ്ധനൻ്റെ കിളി പോയി നിൽക്കുകയാണ്. ഗോവർദ്ധനൻ പറയുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, വൈജയന്തി ചേച്ചിയാണ് ഈ അലീനയുടെ അമ്മയെന്ന്. എന്തായാലും ഇത് വല്ലാത്തൊരു രഹസ്യമായി പോയി ബാലേട്ടൻ ഇതെങ്ങനെ ഇത്രയും കാലം മനസ്സിൽ വെച്ച് സൂക്ഷിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേട്ടൻ പറയാം, ഇതെൻ്റെ വിധിയാണ്. ബാലേട്ടൻ ഇത് വിവാഹത്തിന് മുന്നേ അറിയുമായിരുന്നില്ലേ എന്ന്. എനിക്കത് അറിയുമെങ്കിൽ ഞാൻ അവളെ താലി കെട്ടുമോ ഗോവർദ്ധന? നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ മഴ തുരുമ്പയുടെ കഥയറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.